കഴുതകളെ മിണ്ടിപ്പോരുത്, കൊല്ലി ഞാൻ. നിന്നെയൊക്കെ കൊല്ലാൻ വിട്ട എന്ന് വേണം പറയാൻ. ഏത് തെണ്ടിച്ചെറുക്കനും ഒരു കാറ്റപ്പെട്ട് വാങ്ങിക്കൊടുത്താൽ കല്ല് വെച്ചൊരു മാങ്ങയെങ്കിലും അടിച്ച് താഴെയിടും. ഇത് തോക്കുണ്ടെങ്കിൽ തന്നെ വെടിവെക്കാൻ പേടി, വെടിവെച്ചാൽ തന്നെ കൊള്ളിക്കാൻ മടി. എന്തിന് തോക്ക് മടിയിൽ നെടുക്കാൻ തന്നെ മടി. ഒരു ചാൻസ് കൂടി തരണം തമ്പി സാർ. ഓ, ഇനി എന്റെ കാശ് പിടിപ്പിക്കാനായിരിക്കും. ഇനി പ്രൊഫഷണൽ കില്ലിംഗ് ഒന്നും വേണ്ട, സാധാ കില്ലിംഗ് മതി. ഒന്നുമില്ലായിരുന്ന ഈ തമ്പിയെ പിടിച്ച് END സ്പോർട്സിന്റെ പാർട്ട്ണറാക്കി ഈ നിലയിൽ എത്തിച്ചത് ഈ പച്ചനാണെന്നുള്ള കാര്യം സത്യ. പക്ഷേ കുറച്ചു നാളായി ഞാൻ പേരിന് വെറും ഒരു പാർട്ട്ണറാ. കമ്പനിയുടെ ലാഭം വീതിക്കുമ്പോ കരുണ തോന്നി എന്തെങ്കിലും തന്നെങ്കിലായി, ഇല്ലെങ്കിലില്ല. ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ ചിലപ്പോ എന്റെ പാർട്ണർഷിപ്പ് സ്ഥാനം തന്നെ തെറിക്കും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ പച്ചനെ തട്ടണം. അതെങ്ങനെ വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കാം. പോയി അകത്ത കാഞ്ച തൊളിച്ചിരിക്ക്. ഒന്നും തട്ടി മുട്ടി താഴെ എഴുതരുത്. പാമ്പിന്റെ ചെവി അവക്ക്. പാമ്പിന് ചെവിയുണ്ടോ? ഒന്ന് പോടാ. തമ്പിച്ചായ, എന്താ ഇത്? എന്ത്? ഈപ്പച്ച മുതലാളിയെ ആരാ എപ്പോഴും ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നേ? എനിക്കാകെ പേടിയാന്നോ. തമ്പിച്ചായൻ ഈപ്പച്ചന്റെ പാർട്ട്ണർ അല്ലേ? ആ നിലയ്ക്ക് ഇവിടെ ആരെങ്കിലും വന്നാലോ? ദൈവാധീനം കൊണ്ട് എല്ലാം മംഗളമായി തന്നെ നടക്കും. എന്നെ ആര് കൊല്ലാൻ? എന്തിന് കൊല്ലണം? എന്നാലും ഒരെന്നാലും ഇല്ല. നോക്കിയേ, വലിയ വലിയ ബിസിനസ്സുകാരാകുമ്പോ ശത്രുക്കൾ ഉണ്ടാവുന്ന സ്വാഭാവികമല്ലേ? ഈ ടാറ്റായും ബെർലായും ഒക്കെ ആരായിരുന്നു? വലിയ വലിയ ബിസിനസ്സുകാരും കോടീശ്വരന്മാരുമായിരുന്നില്ലേ? എന്ന് വെച്ച് അവർക്കൊക്കെ ഇങ്ങനെ വല്ലത് സംഭവിച്ചതായി കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഈ സ്മാൾ ബ്രെയിൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതല്ലെന്നേ. പിന്നെ? അതെ, ആ ബീച്ചസ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? ഓ, അതാണോ കാര്യം? ഗേളിയുടെ മോഹം ഞാൻ സാധിച്ചു തരാതിരിക്കുവോ? ഗേളിയുടെ ആഗ്രഹം എന്റെ ആഗ്രഹല്ലേ? അപ്പോ നമ്മുടെ ഈ ആഗ്രഹം എപ്പോഴാ സാധിക്കുന്നേ? കൂടിയാൽ ഒരാഴ്ച. അതിനു മുമ്പ് എല്ലാം ഞാൻ ശരിയാക്കുന്നുണ്ട്. ഈപ്പച്ച, എന്താടാ? എന്താ നിനക്ക് പറ്റിയേ? എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നേ? ചേച്ചി എന്താ കേട്ടെ? എന്താന്നോ? എന്താ ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്നേ? മലയാള മനോരമ. തമാശ കളഞ്ഞീ. എന്റെ പൊന്ന് ചേച്ചി, വണ്ടി കൊണ്ട് ഇടിച്ചതും കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ സത്യമാ. പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അതല്ലേ ഞാൻ വന്നേ. എന്തേലും സംഭവിക്കുന്നതിന് മുൻപ് ഈ ജീവിത രീതിയൊക്കെ മാറ്റണം. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്ക? ഒരു കല്യാണമൊക്കെ കഴിച്ച് കുടുംബമൊക്കെ ആവുമ്പോ എല്ലാം നേരെയാവും. ഓ, കല്യാണം കഴിച്ച് കുടുംബമൊക്കെ ആയാ കൊല്ലാൻ വരുന്ന മുഖമൂടികൾക്ക് സിമ്പതി കൂടുവോ? അതല്ല ഞാൻ പറഞ്ഞേ. ആദ്യം നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിത രീതിയൊക്കെ ഒന്ന് മാറ്റണം. എല്ലാം നോക്കിയും കണ്ണു വെച്ച് വിളമ്പി തരാൻ ഒരാള് അതുണ്ടായേ പറ്റൂ. ഒത്തിരി നാളായല്ലോ ഞാനിത് പറയാൻ തുടങ്ങിയിട്ട്. ശരിയാ, ഒത്തിരി നാളായി ചേച്ചി ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഇപ്രാവശ്യം ഞാൻ സമ്മതിച്ചു. തൽക്കാലം ചേച്ചി അകത്തേക്കല്ലേ, അവിടെ കൊച്ചമണിയുണ്ട്. സോറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്കറിയാം നിങ്ങളുടെയൊക്കെ കൺട്രോൾ പോയി നിൽക്കുകയാണ്. ആരും സങ്കടപ്പെടേണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഐ എം സേഫ്. പോയി അവരവരുടെ ജോലികൾ ചെയ്യൂ. എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴൊക്കെ സ്റ്റാഫിന്റെ സങ്കടം താൻ കണ്ടതല്ലേ? ഇക്കണക്കിന് എന്നെ കൊന്നാൽ എന്തായിരിക്കും അവരുടെ സങ്കടം? സ്നേഹമല്ല മുതലാളി, ഒരു ഹോളിഡേ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖമാ. പാടില്ല. അങ്ങനൊരു ഹോളിഡേ അവര് ജന്മം പ്രതീക്ഷിക്കണ്ട. താനും പോയി കാറ് കഴുകിയിട്ട് വാ. പത്രവാർത്ത കണ്ട് കനക ഒത്തിരി കരഞ്ഞു അല്ലേ? വായിച്ചു. കനകത്തിന്റെ വിഷമത്തിന്റെ ഖനം ഞാൻ മനസ്സിലാക്കുന്നു. സങ്കടപ്പെടാതിരിക്കൂ. ജോലി ശ്രദ്ധിക്കൂ പ്ലീസ്. എന്റെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ട് ഇന്നും രാവിലെ രക്തപുഷ്പാഞ്ജലി കഴിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഈ ശരീരം കണ്ടാൽ അറിയാം ദിവസം ഒരു 5-6 രക്തപുഷ്പാഞ്ജലികളും കഴിച്ചിട്ടാ വരുന്നതെന്ന്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. കനകം, നാളെ ഒരു വെടി വഴിപാടും കൂടെ നടത്തിയേക്ക്. എനിക്ക് നല്ലൊരു ഐഡിയ. ഈ പച്ചനെ ഞാൻ മേടലേക്ക് വിളിപ്പിക്കാം.
അവിടെ വെച്ചാകുമ്പോ കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയും ചെയ്യാം. ഈ പച്ച തടസ്സം പറയുകയാണെങ്കിൽ ഞാൻ സോൾവ് ചെയ്തോളാം. ഉരുണ്ടുകൾ ഇങ്ങോട്ട് അടിക്കണ്ട, കാരണം സഹിതം ചെന്ന് അങ്ങോട്ട് അവതരിപ്പിച്ചാൽ മതി. ഇലയ്ക്കും മുള്ളിലും ലാത്തിക്കും കേടില്ലാതാക്കി തരാൻ നേരിട്ട് എന്ന് വെച്ചാൽ എന്റെ തടി ഞാൻ നോക്കണ്ടേ? അയാളൊക്കെ ആണെങ്കിൽ അച്ഛനെന്നോ കപ്പ്യാരെന്നോ അപ്പനെന്നോ ഒരു വ്യത്യാസമില്ല. മാത്രമല്ല ഇന്ന് ദിവസം നന്നല്ല, പിന്നെ കണി നന്നല്ല. രാവിലെ എഴുന്നേറ്റ് അച്ഛനോട് കണ്ണാടി നോക്കാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇനി കണ്ണൊക്കെ കാണാം. ഈ പച്ച ഞാനാ, ഫാദർ ബെനഡിക്ട്. അച്ഛനാ? ഗുഡ് മോർണിംഗ് അച്ഛോ. ബുള്ളറ്റ് അച്ഛൻ ഇരിക്കണം. എന്റെ ബുള്ളറ്റ് വിറ്റതോടെ ഞാൻ പല്ല് കൊഴിഞ്ഞ സിംഹമായി പോകടോ ഈ പച്ച. അതല്ല, ഇന്നലെ രാത്രി എന്താ നടന്നത്? ഞാൻ നടന്നില്ലല്ലോ, കാറിലായിരുന്നല്ലോ. അല്ല, ഈ പച്ച പിള്ളേരുടെ കടയിൽ കാറ് കൊണ്ട് മുട്ടിച്ചെന്നോ അവിടെ എന്തോ കശപിശ നടന്നെന്നോ കേട്ടു. അച്ഛാ പിള്ളേര് അതല്ല, അവര് പെശകാണെന്ന് എനിക്ക് അറിയാം. എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിടാം. അച്ഛനാ പിള്ളേരുടെ മാത്രം അച്ഛനല്ലല്ലോ. അല്ല. അച്ഛൻ എന്റെയോ അച്ഛനല്ലേ? അതെ. ഈ ഇടവക്കാരുടെ മുഴുവൻ അച്ഛനല്ലേ? അല്ല, അതെ അതെ അതെ. അച്ഛൻ ബുള്ളറ്റ് അച്ഛൻ. ബുള്ളറ്റുമായി ഒരാൾ മുന്നിൽ വന്ന് നിന്നാൽ അച്ഛൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നോ? ഞാൻ ആദ്യം ഈ ലോഹ അങ്ങോട്ട് മടക്കി കുത്തും. എന്നിട്ട് ഞാൻ വലതുകാല് പൊക്കി ബുള്ളറ്റിന്റെ മേത്ത് വെക്കും, സ്റ്റാർട്ടാക്കും, ഗീറിടും. എന്നിട്ട് ഞാൻ ഈ ഇടവകയിലൂടെ ഞാൻ ചെത്തും. എവിടെ എന്റെ ബുള്ളറ്റ്? എന്റെ ബുള്ളറ്റ് എവിടെ? കർത്താവേ, എന്റെ ബുള്ളറ്റ്! ഒച്ച വെച്ചാ ഞാൻ അച്ഛനെ പുറത്താക്കേണ്ടി വരും. ബുള്ളറ്റ് ഉള്ള ഒരു തോക്കുമായി ഒരുത്തൻ മുമ്പിൽ വന്ന് നിന്നാൽ അച്ഛൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ആർക്കും തോന്നാതിരിക്കട്ടെന്നാണ് പ്രാർത്ഥന മകനെ. എന്നാ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലായിരുന്നു. വാണം വിട്ടുപോലെ ഇല്ലയോ ഞാൻ പോയത്. ജീവനാണോ വലുത്, അവന്മാരുടെ ഐസ്ക്രീമാണോ വലുത്? മനസ്സറിയാൻ വല്ലതും കൊടുക്കുമായിരുന്നു. അതിലൊരുത്തൻ എന്നെ റാസ്കൽ എന്ന് വിളിച്ചു. ഇനി 10 പൈസ കൊടുക്കില്ല. ഇനി പേരും പറഞ്ഞ് ആര് വന്നാലും അച്ഛനാണെന്നോ ആരാച്ചാരാണോ ഞാൻ നോക്കില്ല, ഇടിച്ച് കൂമ്പിയാൻ കലക്കും. അച്ഛന്റെ കൂമ്പല്ല. ഓ, താങ്ക് യു താങ്ക് യു താങ്ക് യു. അവന്മാരുടെ കാര്യം പോട്ടെ, ആ അനാഥ പിള്ളേരുടെ കാര്യം പറഞ്ഞ് ഇനി ഞാൻ വരും. അച്ഛൻ വരൂ, അനാഥ പിള്ളേരുടെ കാര്യം പറയൂ, എന്താ വെച്ചാ ചെയ്തോ. ഈ ശോമിശാക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്റെ ബാഗ് പിടിച്ചോ. വക്കാലത്തോര് വന്നിരിക്കുക. എന്താ ഏറ്റവും സംഗതി ഒത്തോ? വാ മക്കളെ, വാ മക്കളെ. ഞാൻ നിങ്ങളുടെ ആരാ മക്കളെ എന്ന് പറഞ്ഞ വികാരി അച്ഛൻ. അതെ, വികാരവും വിവേകമുള്ള ഒരു വികാരിയാണെന്നുള്ള വിചാരം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ചെയ്യായിരുന്നു. അതിനിപ്പോ എന്ത് പറ്റി? നിങ്ങളിൽ ആരാ അയാളെ റാസ്കൽ എന്ന് വിളിച്ചത്? അതൊക്കെ എന്തിനാ ഇവിടെ പറയണത്? നീയാണല്ലോ മകനെ. എന്നാ അങ്ങോട്ട് ചെല്ല്, പൊതിഞ്ഞു കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ചീപ്പ് പരിപാടിക്ക് കൂട്ടുവെക്കാൻ എന്നെ കിട്ടില്ല. മാന്യമായി മദ്യപിച്ച് ജീവിക്കുന്ന ഒരു മഹാമനസ്കന്റെ മുഖത്ത് നോക്കി നിനക്കൊക്കെ ചീത്ത വിളിക്കാൻ എങ്ങനെ തോന്നിയടാ റാസ്കൽ? റാസ്കലിന് പകരം വേറെന്തെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. നീ മിണ്ടരുത്. ഇനിയിപ്പോ എന്താ ഒരു വഴി? എടാ, നിന്റെ ആനി ഇൻഷുറൻസ് അല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ. നമുക്ക് അവളെ പോയി വിളിച്ചാലോ? അതൊന്നും വേണ്ട, അവളെ വിളിക്കണ്ട. എന്നാ അവിടെ നമുക്ക് പോയി വിളിക്കാം. നിക്ക് ഞാൻ വിളിക്കാം. ഹലോ, ഞാൻ ആനിയല്ല, ആനിയുടെ അപ്പച്ചൻ വക്കച്ചൻ. അവളല്ല, അവിടെ അപ്പനാ. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ കാത്തിരിക്കുക. അവൾക്കും കാണാൻ തുടക്കമായി. അല്ല, ചെക്കനാണോ ചെക്കൻ്റെ അപ്പച്ചനാണോ ആദ്യം വരുന്നേ? ചെക്കൻ്റെ അപ്പാപ്പൻ. ഹായ്, ഓക്കെ. അവര് പറഞ്ഞു നീ കേട്ടോ? ഞാനെങ്ങനെ കേക്കാനാ? ഫോൺ നിങ്ങളുടെ കയ്യിലല്ലേ? എന്നാ കേട്ടോ, ചെക്കന്റെ അപ്പനും അപ്പാപ്പനും കൂടി വരുന്നു. ചെറുക്കം വരുന്നില്ലേ? എന്തിനാ ചെറുക്കം വരുന്നേ? ചെറുക്കന്റെ അപ്പനെ പറ്റിയല്ലേ നമ്മൾ ചിന്തിക്കുന്നേ. പണക്കാരൻ, കോടീശ്വരൻ. അപ്പാപ്പൻ അതിനേക്കാൾ പണക്കാരൻ. എന്നാലും അവള് ചെറുക്കനെ ഒന്ന് കാണണ്ടേ? അവൾ എന്തിനാ കാണുന്നേ? എന്റെ ഇഷ്ടമല്ലേ നിന്റെ ഇഷ്ടം? നിന്റെ ഇഷ്ടമല്ലേ അവളുടെ ഇഷ്ടം? അവളുടെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടം? അപ്പച്ചനോട് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ എനിക്ക് കല്യാണം ആലോചിക്കല്ലേ ആലോചിക്കല്ലേ എന്ന്. എനിക്ക് ആലോചിക്കാതിരിക്കാൻ പറ്റുമോ? നീ എന്റെ മോളല്ലേ? അല്ലേ? എനിക്കൊരാളെ ഇഷ്ടമാ, അയാളെ ഞാൻ കല്യാണം കഴിക്കൂ, അത് ഉറപ്പാ. അയ്യോ മോളെ ആനി, ചെറുക്കന്റെ അപ്പം കോടീശ്വരനാ, അത് നീ മറക്കണ്ട. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വാങ്ങാൻ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ കുടുംബ സ്വത്താണെന്ന് വിചാരിച്ചോ? അതിനൊക്കെ ചില ഫോർമാലിറ്റീസ് ഉണ്ട്, സമയമെടുക്കും. എന്നാ അതിനിടെ ഈ കാശ് വല്ലതും ഉണ്ടെത്താ. തൽക്കാലം ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ ഒന്ന് നന്നാക്കണം, അത്രേ വേണ്ടൂ. ഞാൻ ഇൻഷുറൻസ് കമ്പനിയിൽ വെറും ഒരു സ്റ്റാഫാ. ഞാൻ വിചാരിച്ച ഒരു രക്ഷയില്ലെന്നേ. ആനിയുടെ അപ്പന്റെ അടുത്ത് നിന്ന് കുറച്ച് കാശ് മേടിച്ചോണ്ട് പോവാ. ഭാവിയിൽ എനിക്ക് തരാനുള്ള സ്ത്രീധനത്തിന് അതങ്ങോട്ട് കുറച്ചോ. അതും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ല്. ഈ ലോകത്തെ ഏറ്റവും വലിയ പിശുക്കനാ എന്റെ അപ്പൻ. എനിക്കെന്നല്ല, എന്റെ അമ്മച്ചിക്ക് പോലും 10 പൈസ തരില്ല. ആണുങ്ങളായ കുറച്ചൊക്കെ ചങ്കുറ്റം വേണം. ആ ഈപ്പച്ച മുതലാളിയല്ലേ ഇതിനൊക്കെ കാരണം എന്ന് കുത്തിനെ പിടിച്ച് ചോദിക്കേ. ഞാൻ പോവാ, എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്.
അവളെ പറഞ്ഞു കേട്ടില്ലേ ചെന്ന് കുത്തിന് പിടിക്കാൻ. നീ കുത്തിന് പിടിച്ച എല്ലാ കുഴപ്പമായത്. മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം പ്ലീസ്. എന്ത് പറ്റി മക്കളെ? മുതലാളി ഞങ്ങൾക്ക് മാപ്പ് തരണം. മാപ്പോ എന്തിന്? മുതലാളി ആരാണെന്നും മുതലാളിയുടെ വെയിറ്റ് എന്താണെന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കഷ്ടം. ഞാൻ ഈപ്പച്ചൻ, വെയിറ്റ് 80 കിലോ. അയ്യോ അതല്ല, ആ. ഞങ്ങളിൽ ഒരാളെ അറിയാണ്ട് മുതലാളിയെ കയറി അന്നൊരു വാക്ക് വിളിച്ചില്ലേ? വാക്ക് വിളിക്കേ? വാക്കെങ്ങനാ വിളിക്കുക? മുതലാളി മുതലാളി ഞങ്ങൾക്ക് മാപ്പ് തന്നേ പറ്റൂ. അതിരിക്കട്ടെ, നിങ്ങളിൽ ആരാ അന്നെ ആ നല്ല വാക്ക് വിളിച്ചേ? ഞാൻ അറിയാണ്ട് വിളിച്ച വാക്കാ, ക്ഷമിക്കണം. ചെറ്റേ, മഹാപെശകാണ് ഞാൻ. ഇനി മാപ്പെന്നും കോപ്പെന്നും പറഞ്ഞ് പരിസരത്തെങ്ങാനും കണ്ട മൂന്നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഒരാളെ ഒരു പ്രാവശ്യം സലാം വെച്ചാ മതി. ഓക്കെ സാർ. പേടിച്ചു പോയോ? പേടിക്കും. നിങ്ങളൊക്കെ ചെറുപ്പക്കാരാ. നിങ്ങളെക്കാൾ മൂത്ത ചെറുപ്പക്കാരനാണ് ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം കാണണമെങ്കിൽ ഒരൊറ്റ മാർഗേ ഉള്ളൂ. എന്താ ആ, സമയം കളയാതെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വിട്ടോ. എന്താ നോക്കി നിൽക്കാതെ വീട്ടിലേക്ക് പൊക്കോളാൻ. ഞാൻ പറയണൊന്ന് കേൾക്ക്. നിങ്ങളുടെ വീട്ടിലേക്കല്ല, മുതലാളിയുടെ വീട്ടിലേക്ക്. നിങ്ങളെ സഹായിക്കാൻ ഒരാളവിടെ കാത്തിരിപ്പുണ്ട്. മുതലാളിയുടെ അപ്പനായിരിക്കും. മുതലാളിക്ക് അപ്പനേ ഇല്ല, എല്ലാം അപ്പനെ അപ്പനെ. പിന്നെ ആകെ കൂടി മുതലാളിക്കുള്ളത് ഒരു കൊച്ചു കൂടപ്പറപ്പാ. ഈ ലോകത്ത് ആരുടെയെങ്കിലും മുമ്പിൽ മുതലാളി മുട്ടുകുത്തിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ മുമ്പിൽ മാത്രമാ. പെട്ടെന്ന് മനസ്സലിയുന്ന ഒരു പ്രകൃത. നിങ്ങൾ ആ ചേച്ചിയെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞാ മതി, നടക്കും. നടക്കോ? നടക്കും നടക്കും നടക്കും. ഈ പാർത്തേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി. അയ്യോ, ആരാ നിങ്ങളൊക്കെ? ഞാൻ ഉണ്ണി, ഇത് ദാസൻ. മോനായി. ഞാൻ കൊച്ചമണി. അറിയാം, പാർത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, പാർത്തേട്ടനെ അറിയോ? പിന്നെ ഞങ്ങളൊക്കെ തമ്മിൽ വലിയ അടുപ്പത്തിലാ. ആണോ? ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട. എടാ, പാർത്തേട്ടൻ പറഞ്ഞു ശരിയാ, നല്ല മനസ്സാ. അല്ലെങ്കിൽ പിന്നെ ഡ്രൈവർ കയറി ചേട്ടാന്ന് വിളിക്കൂ. എന്താ ഇപ്പൊ പറഞ്ഞേ? ഹേയ്, ഒന്നുമില്ല. ചേച്ചി ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയാണെന്നും അന്യരുടെ വിഷമം കണ്ടാൽ ചേച്ചിയുടെ ആ വലിയ ഹൃദയം ഉരുകുമെന്നും ചുരുകുമെന്നും പാർത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചായ എടുക്കട്ടെ? വേണ്ട. എന്നാ പിന്നെ ചായ എടുക്കാം അല്ലേ? വേണ്ട. ഞങ്ങളൊരു കാര്യം പറഞ്ഞ ചേച്ചി ചെയ്തു തരുമോ? എന്താ? ഞങ്ങളൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുക. എല്ലാം പാർത്തേട്ടൻ അറിയാം. ചേച്ചി മനസ്സ് വെച്ചാ നടക്കൂന്ന് പറഞ്ഞു. അയ്യോ, നടക്കുമെന്ന് പാർത്തേട്ടൻ പറഞ്ഞോ? ആ. കഷ്ടമായി പോയി. ഞാൻ മനസ്സ് വെച്ചിട്ടൊന്നുമല്ല, അറിയാതെ നടന്നു പോന്നതാ. അങ്ങനെ പറയരുത്, എങ്ങനെയെങ്കിലും നടക്കണം. അയ്യോ, അങ്ങനെ എപ്പോഴും എങ്ങനെയാ നടക്കുന്നേ? അതും നിങ്ങൾ ഈ നേരത്തു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ നടക്കാനാ? രാത്രി ആവുമ്പോഴേ അറിയാതെ നടന്നു പോന്നതാ. ചായ എടുക്കട്ടെ? അയ്യോ, പാർത്തേട്ടന്റെ ഫ്രണ്ട്സാ. അതാരാ? കൊച്ചമ്മ, ഈ പച്ചമ്മലാലിയുടെ ചേച്ചി ത്രേസ്യാമ്മ കൊച്ചമ്മ. ചായ എടുക്കട്ടെ? അപ്പൊ നിങ്ങളാ? അയ്യോ, ഞാൻ പാർത്തേട്ടന്റെ ഭാര്യ കൊച്ചമണി. ഇതിനെന്താ? അയ്യോ അയ്യോ, ഈ കൊച്ചിങ്ങൾക്ക് എന്തോ പറ്റി? പോയി ചായ കൊണ്ടുപോയോ ചേച്ചി? നിങ്ങൾ ഈ പറയുന്നൊക്കെ സത്യമെന്ന് ഞാൻ എങ്ങനെയാ വിശ്വസിക്കുക? വിദ്യാഭ്യാസമുള്ളവരാ ഞങ്ങൾ 3 പേരും. പഠിച്ച് പാസ്സായി ഒരു ജോലിയും കിട്ടാതായപ്പോഴാ ഇങ്ങനൊരു ബിസിനസ് തുടങ്ങിയ. എല്ലാവരും ഒറ്റ നിമിഷം കൊണ്ട് ഏൽപ്പിച്ച മുതലാളി തകർത്തില്ലേ? ഇനി അമ്മച്ചി അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല. അമ്മച്ചിയാണ് സത്യം. ഞങ്ങളീ പറഞ്ഞൊക്കെ നേരാ. അമ്മച്ചിന്ന് വിളിച്ച മക്കളുടെ നാവ് കള്ളം പറയില്ല എന്ന് വിശ്വസിച്ച് ഞാൻ ഈപ്പച്ചനെ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ചെല്ല്, ചെന്ന് എത്രയും പെട്ടെന്ന് ഈപ്പച്ചനെ കാണാൻ.